ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ സെക്കൻഡ് ഡേയിലാണ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വൺ ടോപ്പിക് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ നമുക്കറിയാം HSST എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ MSc സെറ്റ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന PSCയുടെ വലിയ എക്സാമുകളിൽ ഒന്നാണ് HSST എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന നല്ലൊരു അവസരമാണിത്. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ HSST സീനിയറിൻ്റെ കട്ട് ഓഫ് എത്രയെന്ന് അറിയാം, 42 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ നമുക്ക് അതിലും കൂടുതലെല്ലാം നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ചാൻസാണ്. ഈ ഒരുപാട് സമയം നമുക്കുണ്ട്. ഇതുവരെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഓർഡർ തന്നെ വിളിക്കും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ HSST പഠനത്തിൻ്റെ ഭാഗമായിട്ട് ടോസ് അക്കാദമി നിങ്ങൾക്കായിട്ടൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മളിന്ന് സെക്കൻഡ് ഡേയിലാണ് നിൽക്കുന്നത്. ഇന്നലെ നിങ്ങൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലേ പഠിച്ചത്? സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഇതാണ് സിലബസ് പ്രകാരമുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. നോക്കുക, എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആൻഡ് ഗിബ്സ് പാരഡോക്സ് ഉണ്ട്, ഫേസ് സ്പേസ് ഓഫ് എ ക്ലാസിക്കൽ സിസ്റ്റം ആൻഡ് ലിയോവിലിസ് തിയറം ഉണ്ട്, ഇക്വിപാർട്ടീഷൻ തിയറം, വീരിയൽ തിയറംസ് ഉണ്ട്. ദെൻ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് പെടുന്ന ബാക്കി ഇത്രയും ടോപ്പിക്സ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്കാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ടഫായിട്ടുള്ള ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് പാടാണോ അതോ കുഴപ്പമില്ലേ, എളുപ്പമാണോ? എങ്ങനെയാണ് എല്ലാവർക്കും ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്? എല്ലാവരും ടച്ചൊക്കെ വിട്ടു പോയോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മൈക്ക് ഓണാക്കി ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നിയാലും നിങ്ങൾ അപ്പം തന്നെ ദയവ് ചെയ്ത് മൈക്ക് ഓണാക്കി ചോദിക്കുക. കാരണം ഞാനിപ്പം ഈ സ്ക്രീനിൽ നിന്ന് മറ്റേ സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് സഹകരിക്കുക, റെസ്പോണ്ട് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നിയാലും അപ്പം തന്നെ മൈക്ക് ഓണാക്കി ചോദിക്കുക കേട്ടോ. ഇനി ക്ലാസ് തീരാവണ നോക്കി നിൽക്കണ്ട, നിങ്ങൾ അപ്പം തന്നെ മൈക്ക് ഓണാക്കി ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ യൂണിവേഴ്സിൽ എന്താണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തെർമോഡൈനാമിക്സ് ഉണ്ട്, അങ്ങനെ ഫിസിക്സിലെ പല പല ഏരിയാസ് ഉണ്ട്. അതിലൊരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ ഏതൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും എല്ലാ സിസ്റ്റവും അതിൻ്റെ ഡൈനാമിക് സ്റ്റേറ്റിലാണ്. എന്താണ് ഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അത് അതിൻ്റെ ഒരു മോഷൻ ഉള്ള ഒരു അവസ്ഥയിലാണ് എല്ലാ സിസ്റ്റവും. ആണോ? പക്ഷെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം നമ്മൾ പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ ദ സിസ്റ്റം ഈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയാറുണ്ട്. അപ്പം ഞാനിപ്പം പറഞ്ഞ എന്താണ്? ഇൻ ദ യൂണിവേഴ്സ് wherever we go, every system is in its dynamic state. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം ആണെന്നും അല്ലെങ്കിൽ അത് സ്റ്റാറ്റിക് കണ്ടീഷൻ ആണെന്നൊക്കെ പറയുന്നത്? when we are considering the system as a bulk, അതായത് നമ്മളൊരു ബൾക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് സിസ്റ്റം സ്റ്റാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഡീപ്പറായിട്ട് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളതിൻ്റെ മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കാണാൻ പറ്റും എവറി സിസ്റ്റം ഈസ് ഇൻ ഇറ്റ്സ് ഡൈനാമിക് സ്റ്റേറ്റ്. അതായത് നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുന്ന എലമെന്ററി പാർട്ടിക്കിൾ, ആ എലമെന്ററി പാർട്ടിക്കിളിന് എന്തുണ്ട്? ചാർജ് ഇല്ല അല്ലേ? അപ്പൊ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണ് പോലും എന്തുണ്ട്? ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ എങ്ങനെ ഈ മൊമെന്റ് വന്നു? ബിക്കോസ് ആ ന്യൂട്രോൺ ഉണ്ടാക്കിയിരിക്കുന്ന എലമെന്ററി പാർട്ടിക്കിൾസ് ആയ ക്വാക്സ് കേട്ടുണ്ട്, ക്വാക്സ് കേട്ടില്ലേ? അപ്പോൾ ക്വാക്സിന്റെ ഇൻട്രിൻസിക് മോഷൻ മൂലമാണ് ഈ ന്യൂട്രോൺസിന് എന്ത് വന്നത്? ഒരു ഡൈപോൾ മൊമെന്റ് വന്നത്. അപ്പോൾ ഇത്തരത്തില് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് വി ആർ എക്സ്പ്ലെയിനിങ് ദ തെർമോഡൈനാമിക് റിസൾട്ട്സ് ഫ്രം ദ മൈക്രോസ്കോപ്പിക് ലെവൽ. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിന് ക്വാണ്ടം മെക്കാനിക്സ് എന്ന പോലെ തെർമോഡൈനാമിക്സിന് എന്തുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ട്. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു മൈക്രോസ്കോപ്പിക് ലെവൽ എന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ എക്സ്പ്ലെയിനിങ് ഓർ സ്റ്റഡിയിങ് ദ തെർമോഡൈനാമിക് സിസ്റ്റംസ്. അപ്പം അത്തരത്തിൽ നമ്മൾ അതുപോലെ തന്നെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഉണ്ട് കേട്ടോ. ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സും ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം എന്തിനായിരുന്നു ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യം? നമുക്ക് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോരായിരുന്നു അല്ലേ? പക്ഷേ എപ്പോഴാണോ ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്നത്, അപ്പോൾ നമുക്ക് എന്ത് വേണം? വി നീഡ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? അതായത് ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദെൻ ദ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച് വിൽ ബി ഇൻവാലിഡ് അല്ലെ? അതിന് ലിമിറ്റേഷനുണ്ട്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്നത്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നമുക്ക് മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു സിസ്റ്റം ഒരു ക്വാണ്ടം ബിഹേവിയർ കാണിച്ചു തുടങ്ങുന്നത്, അത് ഞാൻ പറയാം. അതിന് മുന്നേ നിങ്ങൾക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയൊക്കെ അറിയുമോ? നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ബോസ് ഐൻസ്റ്റീൻ, അതേപോലെ വേറെ എന്താ ഉള്ളത്? മാക്സ്വെൽ ബോൾട്സ്മാൻ, ബോസ് ഐൻസ്റ്റീൻ, പിന്നെ അടുത്തത് എന്താണ്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഈ 3 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസിക്കൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബാക്കി 2 ബോസ് ഐൻസ്റ്റീനും ഫെർമി ഡിറാക്ക് പറയുന്നത് ക്വാണ്ടം സിസ്റ്റങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന കേസുകളിൽ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എപ്പോഴും എന്തായിരിക്കും? അത് ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. എന്താണ് ഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ എനിക്ക് സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനകത്ത് കുറേ പാർട്ടിക്കിൾസ് ഉണർന്നിരിക്കാം. അതായത് ലൈക്ക് എ ബി സി ഡി എന്ന് പറയും, ഓർത്തിരിക്കാം. അപ്പോൾ എനിക്ക് ഏതൊരു സമയത്തും എനിക്ക് എ ഏതാണെന്നും ബി ഇതാണെന്നും സി ഇതാണെന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ദാറ്റ് മീൻസ് ഐ ക്യാൻ ലേബൽ ദാറ്റ് പാർട്ടിക്കിൾ. അതായത് അത് ഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഏത് സമയം എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഐ ക്യാൻ ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് എ, വിച്ച് വൺ ഈസ് ബി, വിച്ച് വൺ ഈസ് സി, എക്സെട്ര. ഓക്കെ, സോ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിന് പല ലെവൽസ് ഉണ്ടായിരിക്കും അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ലെവൽ കാണും, അതേപോലെ പല എക്സൈറ്റഡ് ഹയർ ലെവൽ സ്റ്റേറ്റുകൾ കാണും. അപ്പം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അപ്പം ഈ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് കേസിൽ നമുക്ക് എല്ലാ ലെവലിലും അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്ര പാർട്ടിക്കിളാണ് ഇരിക്കാൻ പറ്റും, അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ ഡിസ്റ്റിങ്വിഷബിൾ ആണ്, മൾട്ടിപ്പിൾ ഒക്യുപ്പൻസിയും അവിടെ പോസിബിൾ ആണ്.
പക്ഷേ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ നമ്പർ ഡെൻസിറ്റി പാർട്ടിക്കിളിൻ്റെ നമ്പർ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ക്ലാസിക്കൽ തിയറിങ് ഫെയിലാവും. അവിടെ എന്ത് വരും? അവിടെ ക്വാണ്ടം ബിഹേവിയർ കേടി വരും. അതായത് നമ്മൾ പറഞ്ഞ ഇത്രയും സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ എന്തായിരുന്നു? ഹൈ ടെമ്പറേച്ചറിലും ലോ ഡെൻസിറ്റിയിലും ആയിരുന്നു. ഏത്? ക്ലാസിക്കൽ ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ വെനെവർ ദ സിസ്റ്റം അണ്ടർഗോസ് ഇൻ എ കണ്ടീഷൻ വെയർ the temperature is very low and the number of particles are very high, from that point the quantum behavior starts, and from that time we need quantum statistics. അതായത് ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്നത് ലോ ടെമ്പറേച്ചറിലും ഹൈ നമ്പർ ഡെൻസിറ്റിയിലുമാണ്. ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഒരു ക്വാണ്ടം ബിഹേവിയറിൻ്റെ രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറും ഹൈ നമ്പർ ഡെൻസിറ്റിയുമാണ്. അതേപോലെ നമ്മൾ പറയാറുണ്ട് ഇൻ കണക്ഷൻ വിത്ത് ഡി ബ്രോഗ്ലി വേവ്. അതായത് നമുക്കറിയാം ഐ ഹാവ് എ സിസ്റ്റം ആൻഡ് ഇൻ ദ സിസ്റ്റം ദർ ആർ സോ മെനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആർ ദെയർ ആൻഡ് ഇഫ് ദ ഇന്റർ പാർട്ടിക്കിൾ സെപ്പറേഷൻ, അതായത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഓർഡറിൽ വന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? അവിടെ നമ്പർ ഡെൻസിറ്റി കൂടുതലായിരിക്കും അതിൻ്റെ അർത്ഥം അല്ലേ? സോ അറ്റ് ദാറ്റ് ടൈം ഓൾസോ, അതായത് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസുമായിട്ട് ഡി ബ്രോഗ്ലി വേവ് ലെന്ത് കമ്പയറബിൾ ആകുമ്പോൾ, തിരിച്ചാണ്, അതായത് ഡി ബ്രോഗ്ലി വേവ് ലെന്ത് എന്ന് പറയുന്നത് ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസുമായിട്ട് കമ്പയറബിൾ ആകുമ്പോൾ എന്തായിരിക്കും? അവിടെയും ഒരു ക്വാണ്ടം ബിഹേവിയർ ഒബ്സർവ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ഇൻ ടേംസ് ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെന്ത്. ഓർക്കുക, നമുക്ക് ഹൈ നമ്പർ ഡെൻസിറ്റിയും വേണം, ലോ ടെമ്പറേച്ചറും വേണം. ഇതാണ് ഒരു സിസ്റ്റം ക്വാണ്ടം ബിഹേവിയർ കാണിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫ്രം ദാറ്റ് ടൈം വി നീഡ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് 3 സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഫോർ ക്ലാസിക്കൽ സിസ്റ്റംസ്. And for quantum systems, we have 2 statistics, that is Bose-Einstein statistics for bosons and Fermi-Dirac statistics for fermions. ഓക്കെ, അപ്പം ഇതാണ് ബോസോണിൻ്റെ കേസ്, ഇതാണ് ഫെർമിയോണിൻ്റെ കേസ്. ഇതാണ് 2 ക്വാണ്ടം സിസ്റ്റങ്ങൾ. നമുക്കറിയാം 2 കേസിലും ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് എന്താണ്? പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്യൂഷബിൾ ആണ്. ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റിങ്യൂഷബിൾ ആണ്. ദാറ്റ് മീൻസ് ഐ ക്യാൻ ലേബൽ, അതായത് ഒരു സമയത്ത് എനിക്ക് ഇന്ന പാർട്ടിക്കിൾ ഇതാണെന്നും ഇന്ന പാർട്ടിക്കിൾ ഇതാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്വാണ്ടം സിസ്റ്റംസ്, ബോത്ത് സിസ്റ്റംസ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്യൂഷബിൾ. അതായത് എനിക്ക് ഒരിക്കലും അതിനെ ലേബൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് അറ്റ് എ ടൈമിൽ ഞാൻ ആദ്യം ഒരു പാർട്ടിക്കിളിനെ കണ്ടു, അപ്പോൾ ആഫ്റ്റർ എ ടൈം ടി എനിക്ക് ഈ പാർട്ടിക്കിളിനെയാണ് ഞാൻ ആദ്യം കണ്ടത് പറയാൻ എനിക്ക് പറ്റത്തില്ല. ദാറ്റ് ഈസ് ക്വാണ്ടം പാർട്ടിക്കിൾസ് ആർ ഓൾവേസ് ഇൻഡിസ്റ്റിങ്യൂഷബിൾ. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് ബോസോൺസ്, മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി പോസിബിൾ ലൈക്ക് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ്. ബോസോണിൻ്റെ കേസിൽ അല്ലെങ്കിൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ കേസിൽ ഒരു ലെവലിൽ എത്ര വേണമെങ്കിലും പാർട്ടിക്കിൾ ഇരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഫെർമിയോൺസ് അല്ലെങ്കിൽ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ കേസിൽ അവിടെ സിംഗിൾ ഒക്യുപ്പൻസിയെ പോസിബിൾ ഉള്ളൂ ഇഫ് ദ സ്പിൻ ഈസ് നോട്ട് മെൻഷൻഡ്. അതായത് മറ്റേ 2 കേസുകളിലെ പോലെ ഒരു ലെവലിൽ കുറേ പാർട്ടിക്കിൾ ഇരിക്കത്തൊന്നുമില്ല. അവിടെ സിംഗിൾ ഒക്യുപ്പൻസി, അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്.
ആ റെസ്ട്രിക്ഷന് പറയുന്ന ഒരു ലോ ഉണ്ട്. ആർക്കെങ്കിലും അറിയാമോ പിന്നെ പേര്? ഒരു പ്രിൻസിപ്പിൾ എന്ന പേര്. അത് തന്നെ, വെരി ഗുഡ്. അതായത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അതിൻ്റെ പേര്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫെർമിയോൺസിന് എല്ലാ ലെവലിലും ഇഷ്ടമുള്ള പാർട്ടികളൊന്നും ഇരിക്കാനും പറ്റത്തില്ല. സിംഗിൾ ഒക്യുപ്പൻസിയേ പോസിബിൾ ഉള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ സ്പിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർ ഫെർമിയോൺസ് ഹാഫ് ഇൻറ്റീരിയർ സ്പിന്നായിരിക്കും, ആൻഡ് ഫോർ ബോസോൺസ് ഇൻറ്റീരിയർ സ്പിന്നുമായിരിക്കും. ഇതാണ് രണ്ട് കേസിലെ എക്സാമ്പിൾസ്. ഇത് കുറച്ച് ബോസോൺസിൻ്റെ എക്സാമ്പിളാണ്, ഇത് കുറച്ച് ഫെർമിയോൺസിൻ്റെ എക്സാമ്പിളാണ്. ഇതാണ് രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ബോസ്-ഐൻസ്റ്റീൻ ആൻഡ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഫ്രം നൗ. അതായത് എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേറ്റിലെയും നമുക്ക് ഞാൻ ഒക്യുപ്പൻസി കാര്യമൊക്കെ പറഞ്ഞല്ലേ. സോ നൗ വി വാണ്ട് ദ ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ക്വാണ്ടം സ്റ്റേറ്റ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ എനിക്ക് ഓരോ ലെവലിലെയും പാർട്ടിക്കിളിൻ്റെ നമ്പർ വേണം. ഇപ്പം ഞാൻ പറഞ്ഞു ഫോർ ക്ലാസിക്കൽ സിസ്റ്റങ്ങളുടെ കേസിൽ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഏതാണ്? ദ യൂസിങ് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ അല്ലെങ്കിൽ MB സ്റ്റാറ്റിസ്റ്റിക്സ്. എന്നുവെച്ചാൽ ഡിസ്ട്രിബ്യൂഷബിൾ ആണ്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമ്പിളാണ് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, ഇപ്പോൾ ഒരു സിസ്റ്റത്തിലെ പാർട്ടിക്കിൾസ് ഡിസ്ട്രിബ്യൂഷബിൾ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ സിമ്പിളാണല്ലേ. കാരണം എനിക്ക് അറിയാം പാർട്ടിക്കിളെ പറ്റി എല്ലാം, എനിക്ക് ഇൻഫർമേഷൻ അറിയാം. സോ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമ്പിൾ. ബട്ട് ഫോർ ക്വാണ്ടം പാർട്ടിക്കിൾസ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് സിമ്പിൾ. സോ സ്പെഷ്യൽ കൗണ്ടിങ് റൂൾസ് മസ്റ്റ് ബി അപ്ലൈ. അതാണ് എന്ത് പറയുന്നത്? വി നീഡ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഫോർ ബോത്ത് കേസ്. ഓക്കെ, ഇതാണ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കേസ്, അല്ലെങ്കിൽ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബൈ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ആവറേജ് നമ്പർ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ആ ഒരു ഇതിലേക്ക് ഞാനിപ്പം പോകുന്നില്ല. കാരണം നമുക്ക് ഇന്നൊരു ജസ്റ്റ് ഒരു വർക്ക്ഷോപ്പാണ്, നമുക്കൊന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് പരിചയപ്പെടാനുള്ള സമയമാണ്. സോ ഞാൻ ഒത്തിരി മാത്തമാറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കിത് അറിയാമോ? ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇതെന്ന് പറയുന്ന പാർട്ടീഷൻ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർട്ടീഷൻ ഫംഗ്ഷൻ കേട്ടിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? പഠിച്ചത് MSc പഠിച്ച് ഓർക്കുന്നുണ്ടോ പാർട്ടീഷൻ ഫംഗ്ഷൻ? കുഴപ്പമില്ല, സാരമില്ല. അപ്പം ഞാൻ ജസ്റ്റ് നമുക്ക് എന്താ വേണ്ട? വി വാണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആൻഡ് ഫോർ ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇതാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഈസിയായിട്ട് നമുക്കിതിനെ വി ക്യാൻ ഡിറൈവ് ദിസ് എക്സ്പ്രഷൻ. ഇതാണ് ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ലെവലിൽ എന്താണ് അതിൻ്റെ ആവറേജ് ഒക്യുപ്പൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 1/e⁻⁴ EI - μ+1. എന്താണ് ബീറ്റ എന്ന് പറയുന്നത്? ബീറ്റ ഈസ് 1/kT, where K is the Boltzmann constant and T is the absolute temperature. And EI എന്ന് പറയുന്നത് നമ്മളെ ആ ലെവലിൻ്റെ എനർജിയാണ് EI എന്ന് പറയുന്നത്. മ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ. ഓക്കെ, +1. ഇതാണ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വി ക്യാൻ ഡിറൈവ് ഇൻ എ വെരി സിമ്പിൾ മാനർ ബൈ യൂസിങ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ആൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, ഇനി എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇതൊരു അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ ഇതിന് ഭയങ്കര ആപ്ലിക്കേഷൻസ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ നോക്കുക, ദ സ്റ്റെബിലിറ്റി ഓഫ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ അല്ലേ. അതായത്
നമ്മുടെ സ്റ്റാറിൻ്റെ എവല്യൂഷൻ സമയത്ത് അതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്റ്റാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ വരുന്ന അതിൻ്റെ എവല്യൂഷൻസ് കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് വരുന്ന 2 സ്റ്റാറുകളാണ് വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസും ന്യൂട്രോൺ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്ത്? ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ലിക്വിഡ് ഹീലിയം-3 അതെന്ന് പറയുന്നത് ഹീലിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. അപ്പോൾ അതിനൊരു സൂപ്പർ ഫ്ലൂയിഡിറ്റി ഉണ്ട്. ലിക്വിഡ് ഹീലിയം-3ക്ക് ഒരു സൂപ്പർ ഫ്ലൂയിഡിറ്റി ഉണ്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ. we can study that system by using the Fermi Dirac statistics. ഇതൊക്കെയാണ് ചില ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അതേപോലെ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്തുണ്ട്? അവിടെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇല്ലല്ലേ. there is no Pauli's exclusion principle here. that means any number of particles can occupy the same state. അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസിൽ we can derive the distribution function very easily and the expression is like this. കണ്ടോ? അതായത് ഫെർമി ഡിറാക്കിന് ലാസ്റ്റ് +1 വന്ന പോലെ ഇവിടെ എത്ര ഡിഫറൻസ് എത്രയേ ഉള്ളൂ? ഇവിടെ -1 ആണെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ബോസോൺസ്. അപ്പോൾ ഇതാണ് 2 കേസിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഫ്രം യൂസിങ് ദിസ് distribution function or average occupancy we can derive other thermodynamic parameters like pressure, volume, entropy, internal energy, etc. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഓരോ ലെവലിലെയും ഒക്യുപ്പൻസി അറിയാമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം തന്നെയല്ലേ. ഇതാണ് 2 സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ കേസിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുക. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. നമ്മുടെ ഹീലിയം-3 പറഞ്ഞാൽ ഇവിടെ ഹീലിയം-4 ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കുമ്പോൾ നമുക്കറിയാം സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പിന്നെ പ്ലാസ്മ. പിന്നെ നമ്മൾ അടുത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇഫ് വി കൂൾ ഡൗൺ എ സിസ്റ്റം ബിലോ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, system means bosonic system, there is an infinite number of accumulation in the ground state. അതായത് എൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് ഇരിപ്പുണ്ട്, അതിന് ഹയർ ലെവലിലെല്ലാം എന്ത് ഇരിപ്പുണ്ട്? പാർട്ടിക്കിൾസ് ഇരിപ്പെടുന്ന ഓർക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു ടെമ്പറേച്ചർ താഴേക്ക് എന്ത് ചെയ്യുന്നു? അതിനെ കൂൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൂൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഹയർ ലെവലിലെ ഒട്ടുമിക്ക പാർട്ടിക്കിൾസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്ന് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്ന പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൺലി വാലിഡ് ഫോർ മാസീവ് ബോസോൺസ്. ആൻഡ് യു ക്യാൻ സ്റ്റഡി ദാറ്റ് യൂസിങ് ദ ഫേമസ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു അതിനെ ക്ലാസിക്കൽ ലിമിറ്റ്സ് അല്ലേ. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ എന്തിനേലും ക്വാണ്ടം മെക്കാനിക്സ് എന്തിനേലും ആയിക്കോട്ടെ, എനിക്ക് ഒരു ക്വാണ്ടം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ഐ ഗോട്ട് എ ക്വാണ്ടം റിസൾട്ട്, ഞാൻ അതിലേക്ക് ആ ഒരു ഹൈ ടെമ്പറേച്ചറിൻ്റെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസിക്കൽ റിസൾട്ട് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു മാജിക് പോലെ അത്. അതായത് എനിക്കിപ്പോൾ ഒരു ക്വാണ്ടം റിസൾട്ട് ഉണ്ട്, എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിലേക്ക് ഞാനൊരു ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ T→∞ കണ്ടീഷൻ അപ്ലൈ കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസിക്കൽ റിസൾട്ട് കിട്ടും. നമുക്കിവിടെ എങ്ങനെ നോക്കാം? നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതിയപ്പോൾ ഞാൻ കണ്ടുവന്നു e⁻ μ/kT എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലേ. നമ്മുടെ 2 ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും ഉണ്ട്. ഫെർമിയോൺസ് ആകും +1 ബോസോൺ ആകും -1 ഉള്ളത്. ഞാനിവിടെ ക്ലാസിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അതായത് ഞാൻ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് T→∞.
ഇതാണ് നമ്മുടെ ഇ റേസ് ടു എക്സിൻ്റെ ടൈലർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് 1 പ്ലസ് എക്സ്, അല്ല ഇവിടെ എന്താണ് എക്സ് എന്ന് പറയുന്നത്? ഇ ഐ മൈനസ് മ്യൂ ബൈ കെ ബി ടി ആണ് എക്സ്, പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ അല്ലേ, പ്ലസ് അങ്ങനെ പോവുകയാണ്. ഇനി ടി ടൈൻസ് ടു ഇൻഫിനിറ്റിയിൽ, അതായത് ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ, കാരണം ഇതെന്താണ്, ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ്. സോ വി ക്യാൻ നെഗ്ലക്ട് ബോത്ത് മൈനസ് ആൻഡ് +1 ഫ്രം ദീസ് എക്സ്പ്രഷൻസ്. ബോത്ത് നമുക്ക് ഈ +1ഉം നമുക്ക് ആ -1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ദെൻ വി വിൽ അറൈവ് അറ്റ് ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, നമുക്ക് +1ഉം -1 നമുക്ക് അവോയ്ഡ് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം, കാരണം അത് അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല അതിന്, അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആവും. സോ ദിസ് ഈസ് സിംപ്ലി ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇ റേസ് ടു മൈനസ് ആവും. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ബീറ്റ, അല്ലെ 1/k എന്തൊരു ബീറ്റ കൊടുത്തു, ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എ മൈനസ്. ഇതാണ് നമ്മുടെ മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നോക്കുക, എനിക്ക് കിട്ടിയ ഫെർമി ഡിറാക്കിൻ്റെയും ബോസ് ഐൻസ്റ്റീൻ്റെയും ക്വാണ്ടം റിസൾട്ടിലേക്ക് ഞാൻ ക്ലാസിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കറസ്പോണ്ടിങ് ക്ലാസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ബോസോണിൻ്റെ കേസിലെ ആവറേജ് ഓക്യുപ്പൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെർമിയോൺസിൻ്റെ കേസിലെ ആവറേജ് ഓക്യുപ്പൻസി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു പാർട്ടിക്കുലർ എനർജി ലെവൽ ഇ ഐയിൽ കാണപ്പെടാൻ സാധ്യതയുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അതാണ് അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി ഫെർമിയോൺസിൻ്റെ കേസ് നോക്കുക. ഇതാണ് ഫെർമിയോൺസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 0 കെൽവിനിൽ ആണ് നമ്മുടെ സിസ്റ്റം ഓർക്കുക. ഈ 0 കെൽവിൻ ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ, ഒരിക്കലും പോസിബിൾ അല്ലെന്നല്ല, വളരെ ഡിഫിക്കൽട്ടാണ് എന്ത് ചെയ്യാൻ ഈ 0 കെൽവിനൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0 കെൽവിൻ ഓർക്കുക, നമ്മുടെ ടെമ്പറേച്ചർ 0 കെൽവിൻ ഓർക്കൂ. ഇനി ഫോർ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് വെയർ ആ ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണെന്ന് ഓർക്കുക. ദാറ്റ് ഈസ് EI ഈസ് ലെസ് ദാൻ മ്യൂ എന്ന് ഓർക്കുക. ദാറ്റ് മീൻസ് എന്താണ്? EI മൈനസ് മ്യൂ വിൽ ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും, കാരണം EI ലെസ് ദാൻ മ്യൂ അല്ലേ. സോ EI മൈനസ് മ്യൂ വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. സോ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ 1 ഡിവൈഡഡ് ബൈ ഈ എന്താണ്? വാട്ട് ഈസ് 1/0 മീൻ എന്താണ്? ഹിയർ ടെമ്പറേച്ചർ ഈസ് 0 അല്ലേ, കാരണം ഇത് ഇപ്പോൾ. സോ വാട്ട് ഈസ് 1/0? 1/0 ഈസ് ഇൻഫിനിറ്റി ആണ്. എല്ലാവർക്കും അറിയാൻ പറ്റില്ല, 1/0 ഈസ് ഇൻഫിനിറ്റി. ദിസ് ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. സോ ദിസ് വിൽ ബി എന്തായിരിക്കും? E റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് വരും. ക്ലിയർ? നോക്കുക, നമ്മുടെ ടെമ്പറേച്ചർ 0 ആണ്, ദാറ്റ് ഈസ് 1/0 ഇൻഫിനിറ്റി വരും. ദിസ് ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് E റേസ് ടു മൈനസ് ഇൻഫിനിറ്റി ആകും. +1, ഇത് നമ്മളെ +1 ആണ്. വാട്ട് ഈസ് E റേസ് ടു മൈനസ് ഇൻഫിനിറ്റി? E റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു 0 കാരണം എന്താണ്? E റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മീൻസ് 1/E റേസ് ടു ഇൻഫിനിറ്റി. That is simply 1/infinity. It is also an infinite quantity അല്ലേ? What is 1/infinity? 1/infinity is 0. So E raised to infinity is 0. So we get the value as 1
ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് 1 അല്ലേ, അല്ലെങ്കിൽ ഫോർ ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ഒക്യുപ്പൻസി ഈസ് പോസിബിൾ, ദാറ്റ് ഈസ് 1. സോ ദിസ് എ മാക്സിമം വാല്യൂ. അപ്പം അതിനർത്ഥം എന്താണ്? ഓൾ ലെവൽസ് ബിലോ കെമിക്കൽ പൊട്ടൻഷ്യൽ ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ. അതായത് നമ്മൾ കണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് EI ഈസ് ലെസ് ദാൻ മ്യൂ അല്ലേ. അതായത് കെമിക്കൽ പൊട്ടൻഷ്യലിനേക്കാളും കുറവാണ് എനർജി. അതിൻ്റെ അർത്ഥം എന്താണ്? ആൻഡ് വി ഗോട്ട് ദ ഓവറേജ് ഒക്യുപ്പൻസി ആസ് മാക്സിമം വാല്യൂ. അതിനർത്ഥം എന്താണ്? ആ കെമിക്കൽ പൊട്ടൻഷ്യൽ താഴെയുള്ള എല്ലാ ലെവൽസും എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അതേപോലെ ഇനി E ഗ്രേറ്റർ ദാൻ മ്യൂ ആണെങ്കിലോ അല്ലേ, then EI minus mu will be positive അല്ലേ. സോ ആവറേജ് ഒക്യുപ്പൻസി വിൽ ബി, നമ്മളെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് E raised to മൈനസ് ഇൻഫിനിറ്റിക്ക് പകരം ഇവിടെ എന്ത് വരും, E raised to പ്ലസ് ഇൻഫിനിറ്റി വരും, +1. ദിസ് ഈസ് ഓൾസോ എ ഇൻഫിനിറ്റ് നമ്പർ ക്വാണ്ടിറ്റി അല്ലേ. സോ 1/∞ എതിരാണ് 0. ഇതിനർത്ഥം എന്താണ്? അവിടെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, അവിടെ ഒക്യുപ്പൻസി ഒന്നുമില്ല. ദാറ്റ് ഈസ് അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ കെമിക്കൽ പൊട്ടൻഷ്യൽ മണ്ടയിലേക്ക് എന്തൊന്നുമില്ല, ഒരു പാർട്ടിക്കിൾസ് ഇരിപ്പത്തില്ല എന്നാണ് അർത്ഥം. ആൻഡ് ഫ്രം ഹിയർ വി ക്യാൻ ഡിഫൈൻ ദ ഫെർമി ലെവൽ, ദാറ്റ് ഈസ് ദ അപ്പർ മോസ്റ്റ് ഫീൽഡ് ലെവലാണ് ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അതിന് മണ്ടയിലേക്ക് എന്തില്ല, അതിന് മണ്ടയിലേക്ക് ഒക്യുപ്പൻസി ഒന്നുമില്ല. ആൻഡ് എനർജി കറസ്പോണ്ടിങ് ടു ദാറ്റ് ലെവൽ ഈസ് കോൾഡ് ഫെർമി എനർജി. Energy corresponding to that level is called Fermi energy, and the level is known as Fermi level. So Fermi level can distinguish filled and unfilled level of a Fermi system അല്ലേ. ഞാൻ പറഞ്ഞു ഫെർമിയുടെ മണ്ടയിലേക്ക് താഴേക്ക് എന്തായിരിക്കും, എല്ലാം കംപ്ലീറ്റ്ലി ഫീൽഡ് ആണ്, മുകളിലേക്ക് ഒന്നും ഫീൽഡ് അല്ല. സോ ഇറ്റ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് ദ ഫീൽഡ് ആൻഡ് അൺഫീൽഡ് ലെവൽ ഓഫ് എ ഫെർമി സിസ്റ്റം അറ്റ് absolute 0 temperature. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സ്റ്റാറ്റ്മെക്കിലെ ഏറ്റവും ടഫ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഷമീല മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ വേറൊരു കണ്ടീഷൻ നോക്കിയാണ്. അതായത് ഫോർ T ഗ്രേറ്റർ ദാൻ 0 നമ്മളിപ്പോൾ കണ്ട രണ്ട് കണ്ടീഷൻ എന്തായിരുന്നു? അറ്റ് 0 കെൽവിൻ ആണല്ലേ. Now T is greater than 0, that is a finite value of temperature is there. And if EI is equal to mu, അതായത് നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട് ഈക്വൽ ആണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? നമുക്കറിയാം EI മൈനസ് മ്യൂ എന്തായിരിക്കും? അപ്പം E is equal to mu ആകുമ്പം ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി 0. സോ E raised to 0 + 1 വരും, എന്ത് പറയും, ഇവിടെ വരും, ഡിനോമിനേറ്റർ വരും. So what is E raised to 0? E raised to 0 is 1. ഏത് നമ്പർ raised to 0 is always 1. That is 1 divided by 1 plus 1. That is 1/2. Okay? At any finite temperature. That is, it is temperature independent ആണ്. At any finite temperature means at any temperature it is greater than 0. The probability that a state at the chemical potential കെമിക്കൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള എനർജി ലെവലിലെ ഓക്യുപ്പൻസി എങ്ങനെയായിരിക്കും? 1/2, ദാറ്റ് ഈസ് 50% ആയിരിക്കും. വിച്ച് ഈസ് എ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് റിസൾട്ട് ആണ്. കാരണം എന്താണ്, എത്ര ടെമ്പറേച്ചർ ആയിക്കോട്ടെ, അത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ ഇൻ ദ ലെവൽ ഫെർമി എനർജി ലെവൽ ഓർ എനർജി കറസ്പോണ്ടിങ് ടു കെമിക്കൽ പൊട്ടൻഷ്യൽ. ദ ഒക്യുപ്പൻസി വിൽ ബി എന്തായിരിക്കും? 50% ആയിരിക്കും.
This is a graph showing the relation between the average occupancy and the energy of the level at a different temperature. This is a step function. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് 0 കെൽവിനിൽ. ഓക്കെ. In the case of bosons, നമുക്കറിയാം this is the distribution function. നമ്മൾ പഴയ പോലെ തന്നെ what happens at 0 Kelvin നോക്കുക. 0 Kelvin നോക്കുക. വേണ്ട പോലെ if E less than mu, E minus mu will be definitely negative. So what will happen to this equation? നോക്കുക. E raised to പഴയ പോലെ തന്നെ E raised to minus infinity ഇവിടെ വരും. ഇവിടെ -1. Okay. What is E raised to minus infinity? E raised to minus infinity is 0. That is 1 divided by 0 minus 1. That is -1 എന്ന് കിട്ടും. നമുക്ക് അത് പോസിബിൾ ആണോ? ഒരിക്കലും ഒരു ഒക്യുപ്പൻസി എന്ന് പറയുന്നത് എന്താകില്ല, ഒരു മൈനസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരിക്കലും ഒരു മൈനസ് നമ്പർ ആയിരിക്കില്ല. പ്രോബബിലിറ്റി വിൽ നെവർ ബി എ മൈനസ് ക്വാണ്ടിറ്റി അല്ലേ? നമുക്ക് ക്ലിയർ അല്ലേ? ഓർ ഒക്യുപ്പൻസി എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും, അതായത് ഈ ലെവലിൽ -2 പാർട്ടിക്കിൾ ഉണ്ട്, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. So that is not possible. So in the case of fermions, and for this equation, E must be greater than mu always. No. But for fermions അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ കുഴപ്പമേ ഇല്ല. ബട്ട് ബോസോൺസ് കേസിൽ E must be greater than mu ആയിരിക്കണം. കാരണം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനൊരു കണ്ടീഷൻ വരും, അതൊരിക്കലും പോസിബിൾ. കാരണം എന്താണ്? ആവറേജ് ഒക്യുപ്പൻസി എത്രയായി? മിനിമം വാല്യൂ എത്രയാണ്? 0. എനിക്ക് പറയാം ഈ ലെവലിൽ ഒരു പാർട്ടിക്കിൾ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, അത് 0, അത് പോസിബിളാണ്. അല്ലാതെ ഈ ലെവലിൽ ഒരു -5 പാർട്ടിക്കിൾ ഉണ്ട്, ആ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുക. ഇഫ് T ഈസ് ഫൈനൈറ്റ് ആൻഡ് E എ ഗ്രേറ്റർ ദാൻ mu, വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, നോക്കുക. അത് നമ്മുടെ ഈ ഇക്വേഷന് കിട്ടും, ഇത് തന്നെയായിരിക്കും കിട്ടുക. ഇനി വാട്ട് ഇഫ് E ഈസ് ഈക്വൽ ടു mu and T is finite? If E is equal to mu and T is finite, the average occupancy will be 1 divided by E raised to 0 minus 1 ആകും അല്ലേ? 0 അല്ലേ? E is equal to mu ആകുമ്പം 0 അല്ലേ? E raised to 0 minus 1. What is E raised to 0? E raised to 0 is 1. That is 1 divided by 1 minus 1. That is 1 by 0. What is 1 by 0? 1 by 0 is infinity. നോക്കുക, infinity means occupancy is infinity ആയി വന്നു. That is any number of particles can be accumulated in the ground state. എല്ലാമല്ല, എത്ര വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ എല്ലാം വരത്തില്ല. That is infinite occupancy is possible that case if EI is equal to mu. And if EI, that is the energy of that level, is equal to the energy of the ground state. നോക്കുക, ഇപ്പൊ ഇവിടെ EI എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലെവലിന്റെ എനർജിയാണ്. ഇനി ആ എനർജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ എനർജി ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ദാറ്റ് കേസ് ഈസ് കോൾഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. അതായത് നോക്കുക, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്യാൻ കം ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ഇനി എന്താണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു? Which applies to bosons only. നമുക്കറിയാം ബോസോൺസ് ഡു നോട്ട് ഒബേ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല, നമുക്കറിയാം. അറ്റ് വെരി ലോ ടെമ്പറേച്ചേഴ്സ് എ മാക്രോസ്കോപ്പിക് നമ്പർ ഓഫ് ബോസോൺ ഓക്യുപ്പൈ ദ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. എന്താണ് മാക്രോസ്കോപ്പി എന്ന് പറയാൻ കാരണം? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലേ? ദാറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് ലെവൽ കണ്ടീഷൻ. അപ്പം അങ്ങനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം മൈക്രോ എന്ന് പറയുന്നത് ചെറുതും മാക്രോ വലുതുമാണല്ലേ. ഫ്രം ദ മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ, മാക്രോസ്കോപ്പിക് നമ്പർ ഈസ് എ വെരി ഹൈ നമ്പർ അല്ലേ? സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ മാക്രോസ്കോപ്പിക് നമ്പർ ഓഫ് ബോസോൺസ് എന്ന് പറഞ്ഞ്. ഇനി എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ?
when a temperature is lowered below a particular temperature called critical temperature, that is a critical temperature, the system cannot accommodate all particles in the excited state. അത് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് if I cool down the system to a particular temperature, that is a critical temperature, നമ്മുടെ ഹയർ ലെവൽ അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന എല്ലാ പാർട്ടിക്കിൾസിനും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അതെന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്ന് അക്യുമുലേറ്റ് ചെയ്യും, അത് ഒന്ന് കൂടിയിരിക്കും. അതെന്ത് ചെയ്യും? ദാറ്റ് വിൽ ഫോം എ കണ്ടൻസ് കോൾഡ് ബോൺ-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നോക്കുക, വിച്ച് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ, ഡെൻസിറ്റി ആൻഡ് മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം കോൺസ്റ്റന്റുകളാണ്. നോക്കുക, ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ, ഡെൻസിറ്റി ആൻഡ് മാസ്. ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടം അക്യുമുലേഷൻ നടക്കുന്നത് ഞാൻ പറഞ്ഞു, ഫ്രം ദ മൈക്രോസ്കോപ്പിക് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇങ്ങനെ വീഴുന്ന എല്ലാ പാർട്ടിക്കിൾസും കൂടെ എന്ത് ചെയ്യും? ഒരു സിംഗിൾ ആറ്റമായിട്ട് എന്ത് ചെയ്യത് ബിഹേവ് ചെയ്യും. ഇങ്ങനെ എല്ലാ പാർട്ടിക്കിളും ഗ്രൗണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ സിംഗിൾ പാർട്ടിക്കിളായിട്ട് എന്ത് ചെയ്യും? ബിഹേവ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ ആറ്റം. ഞാൻ പറഞ്ഞു ഒരു ഫിഫ്ത്ത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയാറുണ്ട്. എന്ത്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ ആഫ്റ്റർ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേഷൻ. ദാറ്റ് ഈസ് ദ എവല്യൂഷൻ ഓഫ് എ ന്യൂ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അടുത്തതായിട്ട് പറയുന്നത് ഇതൊരു സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ആണ്. നമ്മുടെ ബോയിലിംഗ് അല്ലെങ്കിൽ സബ്ലിമേഷൻ ഒക്കെ പോലെ സിംഗിൾ ഓർഡർ അല്ല. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. ഓൾസോ കണ്ടിന്യൂസ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ലേറ്റന്റ് ഹീറ്റ്. എന്താണ് അതിന് അർത്ഥം പറയുന്നത്? ദർ ഇസ് നോ ലേറ്റന്റ് ഹീറ്റ് മീൻസ് എനർജി ഞാൻ അബ്സോർവ് ചെയ്യുന്നുമില്ല, എനർജി ഒന്നും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുമില്ല. ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് ദർ ഇസ് നോ ലേറ്റന്റ് ഹീറ്റ്, വിച്ച് ഈസ് എ സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ആണ്. അതേപോലെ ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന് എന്തായിരിക്കും? വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും? അത് സിമിലർ ആയിരിക്കും. ദാറ്റ് മീൻസ് വിച്ച് വിൽ ഓവർലാപ്പ്. ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ വിൽ ഓവർലാപ്പ്. ഇതൊക്കെയാണ് അതിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുകളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ലിക്വിഡ് ഹീലിയം 4, അതായത് ഒരു 2.17 കെൽവിന് താഴേക്ക് ഹീറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു സൂപ്പർ ഫ്ലൂയിഡ് ആയിട്ട് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. വിച്ച് ഇസ് എ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് വിച്ച് ഈസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ഇൻ റുബീഡിയം 87 ആറ്റോമിക് നമ്പർ ആണ്, ആൻഡ് സോഡിയം. എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ഫിസിക്സിലെ പല മേഖലകളിൽ, അതായത് ലൈക്ക് അറ്റോമിക് ഫിസിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ മോളിക്കുലർ ഫിസിക്സിലെല്ലാം നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ബേസിക് ആപ്ലിക്കേഷൻ ഈസ് ഫോർ സ്റ്റഡിയിങ് ദ ക്വാണ്ടം മെക്കാനിക്സ് ഓൺ എ മാക്രോസ്കോപ്പിക് ലെവൽ. നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ഓൾവേസ് എ മൈക്രോസ്കോപ്പിക് ലെവൽ ഫിനോമിന. But from this, by using this phenomena, we can study the quantum mechanics of that macroscopic scale. That is the importance of this particular physical process. So, Bose-Einstein statistics is very important. Okay, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്മൾ പറഞ്ഞു, ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു, 2 ടൈപ്പ് ഓഫ് മെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എല്ലാം കണ്ടല്ലേ. സോ വി ആർ നൗ ഗോയിങ് ടു ഡു സം പ്രോബ്ലംസ്. യു ക്യാൻ സിംപ്ലി ആൻസർ ദാറ്റ് പ്രോബ്ലം. ഐ ഹോപ്പ് യു ക്യാൻ സിംപ്ലി ആൻസർ ദാറ്റ് പ്രോബ്ലം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ, ദ ഓക്യുപ്പൻസി ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഫെർമി. ഇതെല്ലാം നമ്മുടെ മുൻകാലങ്ങളിൽ ചോദിച്ച HSST, സയൻറ്റിഫിക് ഓഫീസർ തുടങ്ങിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഓക്യുപ്പൻസി ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് ഫെർമിയോൺസ് ഏതാണ്?
എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡിയോ? ബി ഏതാണ് പറഞ്ഞേ? ഏതാ പറഞ്ഞത്? ബി എന്നല്ല പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. ബി ആണ്. ആ, ഓക്കെ. ഇതെന്തിനാണ്? ബോസോൺസിന്റെ. അതെ, ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആൻസർ പറഞ്ഞേ. ഇലക്ട്രോൺസ് ഒബൈ ഫെർമി-ഡിറാക്. വെരി ഗുഡ്. നോക്കുക അടുത്തത്. പാർട്ടിക്കിൾസ് ഒബൈ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇൻ വിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ്? പറഞ്ഞോളൂ. അതെ. അടുത്തത്. The abrupt accumulation of atoms in the ground state at temperatures below Tc is called a Bose-Einstein condensation. Very good. അടുത്തത്. Which of the following statement is incorrect regarding Bose-Einstein condensation? നിങ്ങൾ ഈ 4 ഓപ്ഷൻ വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതാണ് തെറ്റെന്ന് പറയാം. ആർക്കെങ്കിലും പറയാമോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വിച്ച് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ 1 മിനിറ്റ് സമയം തരാം. നിങ്ങളിത് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ബോസ്-ഐൻസ്റ്റീൻ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം മനസ്സിലായെന്ന് ഞാൻ പറയാം. If you are able to answer this question, then you got every information about Bose-Einstein condensation. ഓപ്ഷൻ എ കറക്റ്റ് ആണോ? ഓപ്ഷൻ എ കറക്റ്റ് ആണോ? ദരീസ് പറഞ്ഞു. കറക്റ്റ് ആണല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ബോസ്-ഐൻസ്റ്റീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് n⁻²/3 1/m മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പറഞ്ഞായിരുന്നു അല്ലേ? അതായത് നമ്പർ ഡെൻസിറ്റിക്കും പാർട്ടിക്കൽ മാസം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ ബിയോ? ശരിയാണ്. ഓക്കെ. ഓപ്ഷൻ സിയോ? ശരിയാണ്. ഓപ്ഷൻ ഡിയോ? ഓപ്ഷൻ ഡി ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. ഓപ്ഷൻ ബി ശരിയാണ്. നോക്കുക, ബിലോ ദിസ് ടെമ്പറേച്ചർ വരത്തില്ല. കണ്ടോ? അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അടുത്ത് പെട്ടെന്ന് പറഞ്ഞോ. BEC occurs when? ഇവിടെ സംഭവിക്കുക, ഇവിടെ ക്വാണ്ടം ബിഹേവിയർ തുടങ്ങുന്നത് ABCD ഏതാണ് ക്വാണ്ടം ബിഹേവിയറിന്റെ കണ്ടീഷൻ? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി. അടുത്തത് നമ്മൾ മുമ്പേ കണ്ട കാര്യം തന്നെ അല്ലേ? ഇതാണ് ഡിപ്പെൻസ് ഓൺ സി അല്ലേ? പാർട്ടിക്കിൾ മാസ് ആൻഡ് പാർട്ടിക്കിൾ ഡെൻസിറ്റി. ഓക്കെ, അടുത്ത പിന്നെ കണ്ട ക്വസ്റ്റ്യൻ ഏതാണ്? സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. അതെ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്യാസസ് ഫസ്റ്റ് എക്സിബിറ്റഡ്
ബി ഇ സി എക്സ്പീരിയൻ്റലി. ഏതാണ്? റുബീഡിയം. റുബീഡിയം. വെരി ഗുഡ്. അടുത്ത, ഇൻ ബോസ് സയൻസ് കണ്ടൻസേറ്റ് വേവ് ഫങ്ഷൻസ് ഓഫ് പാർട്ടിക്കിൾസ്. ഏതാണ്? ഓവർലാപ്പ് കംപ്ലീറ്റ്ലി. അതെ. അടുത്ത, ബി ഇ സി ഒക്കേഴ്സ് വെൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾസ് ബിക്കംസ്. നമ്മുടെ ക്വാണ്ടം ബിഹേവിയർ ഏതാണ്? ബി. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ ഇത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യം ടഫുള്ള ഒരു ഏരിയ ആണ്. ഞാനിന്ന് മൊത്തം പറഞ്ഞൊന്നുമില്ല, ഞാൻ വളരെ ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും? സാർ, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവോ? ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ചേരം മനസ്സിലായോ? മനസ്സിലായി സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ വീട്ടിലെ ഗസ്റ്റ് വന്നുകൊണ്ട് കുറച്ച് താമസിച്ച് കയറാൻ പറ്റിയത്, അതുകൊണ്ട് ഞാൻ ചോദിച്ച റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവോ? ഓക്കെ. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാണ്ട് ആർക്കെങ്കിലും? നിമ്മി, ഷമീല, അഞ്ജു, ഇതിൽ ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ബൈ.